ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് മന്തി ഉണ്ടാക്കാൻ വെച്ചിട്ടായിരുന്നു കേട്ടോ ഇന്നലെ ഉണ്ടാക്കിയത്. നമ്മൾ ഞായറാഴ്ച അല്ലേ, അപ്പോൾ സ്പെഷ്യലായിട്ട് മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഋഷിക്ക് ഇതുവരെ എൻ്റെ മന്തി കഴിച്ചിട്ടില്ല, എൻ്റെന്നല്ല, മന്തി കഴിച്ചിട്ടേ ഇല്ല അത്ര. ആദ്യമായിട്ടാണ് മന്തി കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് അരിഞ്ഞു തന്നു കേട്ടോ. എന്താ പറയുക, അയ്യോ അതിൻ്റെ പേര് ഞാൻ മറന്നു. ക്യാപ്സിക്കം, തക്കാളി, സവാള, പിന്നെ ഇതാ മല്ലിച്ചപ്പ്, പുതിന ഒക്കെ അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞിതായിട്ട് അരിഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ ഇത് കാണിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ അടുപ്പത്ത് റിങ് വെച്ച് കഴിഞ്ഞാൽ ഉള്ള വിറകൊക്കെ തീരും പറഞ്ഞിട്ട് കമൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു കേട്ടോ, റിങ് വെക്കാൻ പറഞ്ഞിട്ട് ഒരാൾ എൻ്റെ അടുത്ത് റിങ് വെച്ചിട്ട് വേണം വെക്കാൻ എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ റിങ് വെച്ച് തുടങ്ങിയത്. അപ്പോൾ റിങ് വെച്ചപ്പോൾ റിങ് വെക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഏതാ ശരിയെന്ന് അറിയില്ല. എന്തായാലും റിങ് ഊരി വെച്ചിട്ടാണ് ഇന്നലെ തീ കത്തിച്ചത് കേട്ടോ. പിന്നെ ഇതാ അതുണ്ടാക്കാം, മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ പാത്രത്തിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുഴുവൻ കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഗ്രാമ്പൂ, ഏലക്കായ അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മാഗി ക്യൂബ് 2 ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് ഇടേണ്ട ആവശ്യമില്ല, മാഗി ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും. പിന്നെ ഞാൻ ഉപ്പ് ഇട്ടിട്ട് തന്നെ ഇല്ല കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും തക്കാളിയും ക്യാപ്സിക്കും ഒക്കെ ഇട്ട് കൊടുക്കുക. സവോള ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടല്ലോ, അത് കാരണം. പിന്നെ മല്ലിച്ചപ്പും പുതിനയും ഒക്കെ അരിഞ്ഞതും, പിന്നെ കുറച്ച് കളർ പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് നന്നായി കൈ വെച്ച് നല്ലോണം തിരുമ്മിയെടുക്കുക. എന്നിട്ട് നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നുറുക്കിയേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് സാധാ കറിക്ക് വേണ്ടിയിട്ടാണ് കട്ട് ചെയ്തത്. കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിക്കൻ വാങ്ങിച്ചത്, പിന്നീടാണ് പ്ലാനിങ് മാറ്റിയത്. പിന്നെ കുട്ടികളുള്ളിടത്ത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കുക തന്നെ നല്ലത്. വലിയ പീസൊന്നും കൊടുത്താൽ അവർ മുഴുവൻ കഴിക്കൂല, ഒക്കെ കേടുവരുത്തും ചെയ്യും. പിന്നെ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കളറില്ലാത്ത പോലെ തോന്നി, ഒക്കെ കൂടി നോക്കിയപ്പോൾ കുറച്ചും കൂടി കളർ കൂടി ലേശം കൂടി ചേർത്തു. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. ഒരു കാണുമ്പോൾ ഒരു ഗുമ്മില്ല, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി കൂടി കളർ ചേർത്ത്. കളർ ചേർക്കാതിരിക്കാൻ നല്ലത്, കുട്ടികൾക്ക് നന്നല്ല കളർ ചേർത്ത് കൊടുക്കണത്. എന്നാലും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭംഗി ഉണ്ടാവണ്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി കളറൊക്കെ ചേർത്ത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായി തിരുമ്പി കുഴച്ച് ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളം എടുത്ത് വെച്ചോട്ടെ, കറി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് നേരെ അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അടുപ്പത്ത് വെച്ച് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചു. അപ്പോൾ അതിൽ ഇത്തിരി ചാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാൻ എണ്ണ തെളിഞ്ഞ് വന്നപ്പോൾ എണ്ണയൊക്കെ വേറെ പാത്രത്തിലേക്ക് മുക്കി വെച്ച് നമ്മുടെ ചോറിൻ്റെ മേലെ ഒഴിക്കാനുള്ളത് കേട്ടോ. പിന്നെ ഇതാ അടുപ്പത്ത് വെച്ചൊന്ന് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനുള്ളത് നോക്കാം. അപ്പോൾ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, മല്ലിച്ചപ്പ്, പുതിന ഒക്കെ ഇട്ട് കൊടുത്തിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പുതിന ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുതിനയും മല്ലിച്ചപ്പും തക്കാളിയും പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് മയോണീസ് ഉണ്ടാക്കാനുള്ള മുട്ടയും ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ റൈസൊക്കെ ഇവിടെ റെഡി ആയിട്ട്, പിന്നെ ഒരു തിക്കും തിരക്കും ബഹളമൊക്കെ ആയി. അത് കാരണം നമുക്ക് മുഴുവനായിട്ടാണ് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ദം ചെയ്തിട്ട് എടുക്കുക വേണ്ടോ. പിന്നെ നമ്മുടെ തീക്കണലൊക്കെ ഇട്ട് നമ്മൾ ഒന്ന് മൂടി വെച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, കുഴിമന്തി കുഴിമന്തി എന്ന് പറയാൻ പറ്റില്ല, മന്തി ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. എളുപ്പമാണ്, ബിരിയാണി ഉണ്ടാക്കണേക്കാളും എളുപ്പത്തിൽ നമുക്ക് മന്തി ഉണ്ടാക്കാൻ പറ്റും. അതിലേക്കുള്ള ചട്നിയും മയോണൈസും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു സലാഡും ഉണ്ടാക്കി. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. അപ്പോൾ ഇതാ റേഷിക്ക നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടു, സൂപ്പറായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതാ പിള്ളേരും ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ആച്ചൂട്ടൻ്റെ മുഖം കണ്ടാൽ അറിയാലോ, ആച്ചൂട്ടന് പനി വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് കേട്ടോ. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്, ജലദോഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവന് എന്തോ ഒരു സുഖമില്ലായ്മ തോന്നി. പിന്നെ അവൻ ചോറും കഴിക്കണില്ല, അവൻ നന്നായി കഴിക്കുന്ന ആളായിരുന്നു. മന്തിയൊക്കെ നന്നായി കഴിച്ചിരുന്ന ആളാണ്. അപ്പോൾ ഇന്ന് വല്ലാത്ത കഴിക്കണമില്ല. അപ്പോൾ എനിക്ക് തോന്നി അവന് വയ്യായ എന്തോ വരുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി കെട്ടി ഇറങ്ങിയതാണ്. എല്ലാവരും ഞായറാഴ്ച അല്ലേ, പിള്ളേർ കുറേ ദിവസമായി എങ്ങടേലും പോകാമെന്ന് പറഞ്ഞിട്ട് സൗകര്യമുണ്ടായിരുന്നില്ല. വന്ന അന്ന് മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ ഒന്നും മഴയുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി, വേറൊരു സ്ഥലത്തേക്കായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ അവിടേക്ക് വിളിച്ചു വെച്ചപ്പോൾ അവരവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പ്ലാനിങ്ങൊക്കെ മാറ്റി കുട്ടികളേനായിട്ട് നേരെ
കുഞ്ഞാത്താടിക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവർ അന്ന് 40ന് പോയപ്പോൾ കുട്ടീനെ കണ്ടതാണ്, പിന്നെ കണ്ടിട്ടില്ല. അപ്പോൾ കുഞ്ഞാത്താടിക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്തും നല്ല പുഞ്ചിരിയായിട്ടാണ്. അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ കുഞ്ഞു കുട്ടിയുണ്ടല്ലോ, അതും പിന്നെ വാവച്ചീനെയും മുസ്നാനൊക്കെ ഭയങ്കര കാര്യം ഇവർക്ക്. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടാണ്. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇശമോള് എന്തൊക്കെ അവിടുത്തെ കഥകളൊക്കെയാണ് പറയണത്. കുട്ടീനെ കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ഉമ്മ വയ്ക്കണം, എടുക്കണം എന്നൊക്കെയാണ് കേട്ടോ പറയണത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അങ്ങനെ പോകണം. അപ്പം ഞാൻ റഷീഖാനെ ചീത്ത പറയട്ടെ, എന്താ വേറൊരു സംഭവം ഉണ്ടായി. അപ്പം അതിന് വേണ്ടിയിട്ട് ചീത്ത പറഞ്ഞപ്പോൾ എൻ്റെ തലയമടിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടാണ്. അവർ വീടിൻ്റെ പടിക്കലെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ അവിടുത്തെ പൂച്ച കണ്ട, പൂച്ച ഞങ്ങളതിനെ നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വീഡിയോ എടുത്താട്ടോ. പിന്നെ മൈലാഞ്ചി ഇട്ട് കൊടുത്തു, മൂസിന ഇശമോൾക്ക് ഇട്ട് കൊടുത്തു, എനിക്ക് കിട്ടാന്ന് കേട്ടോ. വെറുതെ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. ഒരു 6 മണി 6:15 ആയിട്ടാണ് അവിടുന്ന് പോകുന്നത്. സമയം കുറേ വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ വെച്ചിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് പോകുന്നിട്ടാണ്. അപ്പോൾ ഇതാ ഉമ്മമ്മയും കുട്ടിയും ഉമ്മർത്ത് ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്നുണ്ട്. ഉമ്മമ്മയുടെ മടിയിലിരിക്കുമ്പോൾ കുട്ടി ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരെയും ഇങ്ങനെ നോക്കി ചിരിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇശമോൾ ഇത് അപ്പുറത്ത് കൂടെ പോയിട്ട് ഇശമോൾക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവൾക്ക് പേടിയാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണി ഉറങ്ങുമായിരുന്നു കേട്ടോ. ഞങ്ങൾ പോരാറാകുമ്പോഴാണ് എണീറ്റപ്പോൾ ആ ഉറക്കത്തിൻ്റെ ഒരു ക്ഷീണം ഇതൊക്കെ ഉണ്ട് മുഖത്ത്. അത് കാരണം വലിയ അങ്ങോട്ട് കളിയും ചിരിയില്ല. അവരോട് മാത്രമേ ചിരിക്കും, നമ്മളതിനെ അറിയില്ലല്ലോ. അവരേനെ മാത്രം നോക്കണവും ചിരിക്കണമൊക്കെ ഉള്ളൂ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഉണ്ണീനൊക്കെ കളിപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് പോരണമെന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണീനെ കണ്ടിട്ട് അവിടെ നിന്ന് പോരാൻ അങ്ങോട്ട് ഒരു മനസ്സില്ല. ഇശമോൾക്കാണ് കൂടുതൽ. ഇവിടെ വന്നിട്ടും കുട്ടിയുടെ വർത്തമാനം തന്നെയായിരുന്നു കേട്ടോ. പോകുന്നതിനെ കുറിച്ചിട്ട് ഉണ്ണിയുടെ വർത്തമാനം തന്നെ പറഞ്ഞിരുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് പോരുമ്പോഴേ കുഞ്ഞു തുടങ്ങി എന്തേലും വാങ്ങിത്തായോ എന്തായാലും പുറത്തിറങ്ങിയതല്ലേ. ആ ചുട്ടൻ്റെ മുഖം കാണുമ്പോഴാണ് പാവം തോന്നുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ എന്താ പറയുക, അയ്യോ കടയുടെ പേര്, ഓട്ടുപാറയുള്ള ബേക്ക് പാലസിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവർക്ക് എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ വെച്ചിട്ട് കയറിയതാണ്. അങ്ങനെ ഞാനും റഷിക്കും ചായ കുടിച്ചു കേട്ടോ. ചായയും കട്ട്ലേറ്റും വാങ്ങി കഴിച്ചു. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മഴക്കാലമൊക്കെ അല്ലേ, തണുത്തതൊന്നും കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ ആച്ചൂട്ടിന് ഒരു മുന്തിരി ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു. ആച്ചൂട്ടിന് അത് മതി പറഞ്ഞു. ഇശമോൾക്കും കുഞ്ഞൂനും ഷെയ്ക്ക് മതി പറഞ്ഞു. എന്നിട്ട് അവർക്ക് ഓരോ ഷെയ്ക്കും മേടിച്ചു കൊടുത്ത് അതൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടാണ്. ഭയങ്കര സന്തോഷമായി. നമ്മളിങ്ങനെ എപ്പോഴും ഒന്നും പുറത്തേക്ക് പോകുന്ന ആൾക്കാരല്ലല്ലോ, എപ്പോഴെങ്കിലുമൊക്കെ പോണതല്ലേ. അപ്പോൾ എപ്പോഴേലൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കുഞ്ഞൂനാണ് കൂടുതൽ. കുഞ്ഞവിടെ എത്തണ വരെ ഇന്ന് ഞായറാഴ്ച ഇന്ന് കട തുറന്നുണ്ടാവില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ അവൻ കൂട്ടാക്കില്ല. അവൻ ഞങ്ങളെക്കാളൊക്കെ മുന്നേ നടന്നിട്ട് അവിടെ കട തുറന്നുണ്ടോ നോക്കാനൊക്കെ പോയി. അങ്ങനെ ഞാനും റഷിക്കും ഓരോ ചായയും കട്ട്ലേറ്റും കഴിച്ചു. ബാക്കിയുള്ളവർക്കൊക്കെ ഈ വക സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തു. എനിക്കും ഇഷ്ടമാണ് ഷെയ്ക്ക്, പക്ഷേ എനിക്ക് മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. നമ്മൾ ചൂടുള്ള സമയത്തൊക്കെ നല്ല ക്ഷീണമൊക്കെ ആയിട്ട് കയറിയിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അല്ലാത്തപ്പോൾ കുടിക്കുമ്പോൾ പിന്നെ ഇശമോൾ ബാക്കി വെച്ചതൊക്കെ ഞാൻ തന്നെ കേട്ടോ കുടിച്ചത്. ഇശമോൾ പകുതിയേ കുടിച്ചുള്ളൂ. അപ്പോൾ അതിൽ ബാക്കി ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താ അവർക്ക് തേനിലാവ് മിഠായി വേണം പറഞ്ഞാൽ അതൊക്കെ വാങ്ങിച്ചു. അങ്ങനെ നമ്മൾ കടയിൽ നിന്ന് പൈസ ഒക്കെ കൊടുത്ത് കടയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.